പോസിറ്റീവ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടി? എബിയുടെ ഈ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എബി എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എന്തായാലും തരാൻ പറ്റില്ല. മാഡം അത് പെട്ടെന്ന് മാഡം സാലറി പിന്നെ ചോദിച്ചപ്പോൾ ഞാനത് ഈ ലുക്കിലൊന്നും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ക്ലീൻ ഷേവ് ചെയ്ത് വെൽ എക്സിക്യൂട്ടീവ് ലുക്കിൽ മാത്രമേ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സാർ ഞാൻ ഷേവ് ചെയ്തോളാം സാർ, ഞാൻ ഷേവ് ചെയ്തോളാം. പിന്നെ എബിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംഗ്ലീഷിൽ ഭയങ്കര പോറാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും ചെറിയ പോസ്റ്റിലെ എബിക്ക് വേക്കൻസി ഉണ്ടാവുള്ളൂ. എന്തു പറയുന്നു? മാഡം ഹലോ, ഒരു പ്രൊഫഷണൽ ഇൻ്റർവ്യൂ നടക്കുമ്പോഴാണോ ഫോൺ യൂസ് ചെയ്യുന്നത്? എന്താ ഇങ്ങനത്തെ ബിഹേവിയർ ഒന്നും ഇവിടെ നടക്കില്ല. എനിക്ക് ജോലി വേണ്ട സാർ, പോട്ടേച്ചി. ഹലോ ഹലോ സാർ, സാർ ഞാൻ ഓഡീഷനിൽ സെലക്ട് ആയെന്ന് പറഞ്ഞൊരു മെയിൽ വന്നായിരുന്നേ സാർ. സാർ ഇപ്പോൾ സ്ഥലത്തിലേക്ക് സാറിന് ഇപ്പം തന്നെ ഒന്ന് കാണാൻ പറ്റുമോ? എടോ, എന്നെ കണ്ടിട്ടൊരു കാര്യമില്ല. ഇതിപ്പോൾ ഫോട്ടോ കണ്ടിട്ട് മാത്രം സെലക്ട് ആയവരാണ്. അതിൽ പറഞ്ഞ ഡേറ്റിന് വന്നാൽ മതി. നീ മനസ്സിലായോ? സാർ സാർ ഒരു 10 മിനിറ്റ് മതി സാർ, പ്ലീസ് 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 സാർ. ഓ, തൻ്റെ പേരെന്താണെന്നാ പറഞ്ഞേ? എബി. തൻ്റെ പെർഫോമൻസ് ഞാൻ കണ്ട്, പറയാൻ മാത്രമൊന്നും ഇതിലില്ല. ഒരു പെണ്ണിനെയും ബാക്കി കയറ്റി ബീച്ചിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലൊന്നും റോള് കിട്ടാൻ പോണില്ല. നാളെ ഓഡിഷൻ വന്ന് ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ട നോക്കാം. സാർ ഞാനിപ്പോൾ തന്നെ കാണിക്കാം. 20 ലാലേട്ടൻ തന്നെ കാണിക്കാം സാർ. 20 ലാലേട്ടൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാടാ നീ? സാർ ഞാനെന്നാ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ആഹാ, ഇതെങ്ങോട്ടാ രാവിലെ തന്നെ പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട്? നിനക്ക് വല്ല പെണ്ണും സെറ്റായോ? അതൊന്നല്ലേടി, നാളെ ഒരു ഓഡീഷൻ ഉണ്ട്. അവസാന പിടിയുള്ളിയൊന്ന് കൂട്ടിക്കോ. എനിക്കിതിൻ്റെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? പോസിറ്റീവ്. ഇതിന് വേണ്ടിയിട്ടാണോടെ ചെക്ക നീ സാധനമൊക്കെ മേടിച്ചോണ്ട് വന്നേ? എങ്ങനെയുണ്ട് സാധനം? വെറൈറ്റി അല്ലേ? കാമുകി പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോൾ കാമുകിന്റെ റിയാക്ഷൻ. അതിന് എനിക്ക് കാമുകയില്ലല്ലോ, റിയാക്ഷൻ മാത്രമല്ലേ ഉള്ളൂ. അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. ഇതില്ലെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. ഇപ്പൊ ചെയ്ത് കാണിച്ചാൽ നീ എന്തായാലും രക്ഷപ്പെട്ടോളൂ. ഇടി രാവിലെ തന്നെ ആ ഇന്റർവ്യൂ ബോർഡിൽ വരെയും മറ്റേ കാസ്റ്റിംഗ് ഡയറക്ടറൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നീയും തുടങ്ങിക്കോ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നിക്ക് പോവല്ലേ, ഇവിടെ ഇരിക്കേ. നാളെ എനിക്കിപ്പോൾ ഓഡീഷന് പോയി ഒരു ഐറ്റം ചെയ്യണം. ഡയറക്ടർക്ക് ഇഷ്ടപ്പെടണം. ഇതിൽ ചാൻസ് കിട്ടണം. നായകനായിട്ട്. നായകനായിട്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിനക്ക് എന്തായിരുന്നു പറ? അത് വേറൊരു ഓഡീഷൻ. എന്നിട്ട് എനിക്ക് അത്രയും ദൂരം ട്രെയിനിൽ ഒറ്റയ്ക്ക് പോകാൻ മടിയായതുകൊണ്ട്. അല്ല, പേടിയായതുകൊണ്ട്. 10-25 വയസ്സായില്ല ചക്ക നിനക്ക്? ഈ ഓഡീഷൻ ഇൻ്റർവ്യൂ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വരുന്ന നേരം കൊണ്ട് സ്വന്തമായിട്ട് വല്ല തീരുമാനം എടുത്തൂടെ നിനക്ക്? ഞാൻ ഡിപ്രഷൻ അടിച്ച് പണ്ടാറണി ഇന്ന സമയത്ത് നീ തന്നെയല്ലേ പറഞ്ഞത് എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് ഓടി വന്നാൽ മതി, ഉമ്മറത്ത് ചാരുകാസേരിൽ ഈ രേവതി ഇരിക്കുന്നുണ്ടാവും എന്നൊക്കെ.
അതൊക്കെ ശരിയാ, എന്നാലൊരു മാറ്റം വേണ്ടേ? അല്ല, ഞാൻ കല്യാണം കഴിച്ചു പോയാൽ നീ എന്ത് ചെയ്യും? അതൊന്നും ആലോചിച്ച് നീ പേടിക്കണ്ട. എന്നെ കെട്ടാൻ വരുന്ന ചെക്കനോട് ഞാൻ പറഞ്ഞേക്കാം, ഇടയ്ക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി ഒരുത്തം വരും, അവനെ ഒന്ന് കയറ്റി വിട്ടോളാൻ. എബി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ശരിക്കും എന്താ നിന്റെ പ്രശ്നം? എടി, നിനക്കറിയാലോ, എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല, ആരോടൊന്നും ഒരു വാശിയില്ല. എപ്പം നോക്കിയാലും ഓരോ മോട്ടിവേഷൻ വീഡിയോസും ഈ പാട്ടൊക്കെ കേട്ടാലേ എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നാളെ ചിലപ്പോൾ അത്ര ആൾക്കാരുടെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. രണ്ടും കൽപ്പിച്ച് നീ നാളെയും കയറി ചെല്ല്. ഈ പറഞ്ഞൊക്കെ ചിലപ്പം താനേ വരുമായിരിക്കും. കയറി ചെന്നിട്ട് അങ്ങോട്ട് ചിരിച്ച് കാണിച്ചു കൊടുത്താൽ മതിയോ? ഇരുവരിലെ ലാലേട്ടൻ എന്തായാലും വേണ്ട. കാമുകൻ്റെ റിയാക്ഷനും നല്ല ബോറായിരുന്നു. ഒരു 7-8 മാസം പുറകിലേക്കൊന്ന് ആലോചിച്ച് നോക്ക്. അനുഭവത്തിൽ നിന്ന് വല്ലതും ചീന്തിയെടുക്കാൻ പറ്റുമോ? നീതു, എന്താ അവിടെ? അല്ലേ ചീ, ഈ റൂമും കൂടെ ക്ലീൻ ചെയ്യാനുള്ളൂ. പക്ഷേ ഇത് ഉള്ളൊന്ന് പൂട്ടിയിരിക്കുക. ആരാ അത്? അവൻ രേവതി മോളുടെ ഫ്രണ്ടായിരുന്നു. അവൾ മരിച്ചപ്പോൾ അവൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ഈ മുറി അടച്ചിരുന്ന് ഒറ്റയ്ക്ക് ഓരോന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കും. എന്നാ നീതു പോയിക്കോളൂ. പേര്? എബി. എബി അല്ലേ? അതെ സാർ. എന്താണ് എബി ഇവിടെ നിന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? സാർ, നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പെട്ടെന്നൊരു ദിവസം മരിച്ചു എന്നറിയാണ്. പെട്ടെന്ന് നമ്മളിത് കേൾക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൂടി മനസ്സിലാവില്ല. പക്ഷേ മെല്ലെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് അവരവസാനമായിട്ട് കാണാൻ പോകുന്നവരെയുള്ള നമ്മളൊരു മാനസികാവസ്ഥയുണ്ട് സാർ. അതാണ് സാർ ഞാനിവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗുഡ്. ക്യാമറ റെഡി അല്ലേ? എബി റെഡി അല്ലേ? റെഡിയാണ് സാർ. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ.